അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 187 ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് സൈഡ് 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇസ് ഇൻ സർക്കിൾ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് നമുക്ക് ആദ്യം എന്തെടുക്കണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ സൈഡ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആൻഡ് 9 സെന്റിമീറ്റർ. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾ. ട്രയാങ്കിൾ മാത്രം നമ്മുടെ പരിപാടി കഴിഞ്ഞോ? ഇല്ല, ഒരു ഇൻസർക്കിളും കൂടെ വരയ്ക്കണം. എന്താണ് ഇൻസർക്കിൾ? വെരി സിമ്പിൾ. ഈ ട്രയാങ്കിളിന്റെ അകത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഇങ്ങനൊരു സർക്കിളിനെയാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുക. അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ കഴിഞ്ഞു. ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ഈ ഒരു 7 സെന്റിമീറ്റർ ആയിട്ടുള്ള ബേസിനെ ഫസ്റ്റ് നിങ്ങളൊന്ന് വരയ്ക്കുക. 7 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നെയിമിങ് അത് കഴിഞ്ഞ് ചെയ്യുക. അതായത് A B 7 സെന്റിമീറ്റർ. നെക്സ്റ്റ് എന്നാ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു AC-യും CB-യും ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്കപ്പം AC-യുടെ 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് 8 സെന്റിമീറ്റർ ഫസ്റ്റ് ലെങ്ത് കോമ്പസിൽ എടുക്കാം. ഞാൻ തന്നെ എൻ്റെ കോമ്പസിൽ 8 സെന്റിമീറ്റർ എടുത്തു. 8 സെന്റിമീറ്ററിന് AC ആയതുകൊണ്ട് തന്നെ എയുടെ പൊസിഷനെ വേണം നിങ്ങളുടെ കോമ്പസ് ഫസ്റ്റ് വെക്കാൻ. എന്നിട്ട് എന്താ ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, എനിക്ക് CB ആണ് വരയ്ക്കേണ്ടത്. CB-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ കോമ്പസോടെ വെച്ചിട്ട് 9 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, CB B-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോമ്പസിന്റെ പൊസിഷൻ B-യിൽ വേണം വെക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വേണം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച ഈ ആർക്കിലേക്ക് ഈ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി ഈ ജോയിൻ ചെയ്ത് കിട്ടുന്ന സൈഡ് ഏതായിരിക്കും? C ആയിരിക്കും. ഇനി ബാക്കിയുള്ളതിനൊക്കെ മെഷർമെൻറ്റ്സും കൊടുക്കുക. 8 സെന്റിമീറ്റർ ആൻഡ് 9 സെന്റിമീറ്റർ. നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു AC എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ CB-യും കറക്റ്റ് 8 9 ആണെന്ന് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്, ഇതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കണം. അതും വെരി സിമ്പിളാണ്. ഇൻസർക്കിൾ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങളൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. അതിനായിട്ട് ഇതുപോലെ നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് ഒരു വളരെ ചെറിയൊരു മെഷർമെൻ്റ് എടുത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ആർക്ക് ഇതേപോലെ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇവിടെ മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡിലും വരയ്ക്കണം. സോ ഞാൻ ഈ രണ്ട് സൈഡിലും ഇതേപോലെ ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോമസിൽ കുറച്ചും കൂടെ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ കുത്തിയിട്ട് ഇതേപോലെ ആർക്കും സെയിം നിങ്ങൾ താഴെ കുത്തിയിട്ട് ഇതേപോലെ അടുത്ത ആർക്കും വരയ്ക്കുക. ഓക്കെ, ഈ സ്റ്റെപ്പ് തന്നെ എന്താ അപ്പറേം റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ഇവിടെ ഈ ആർക്ക് കുത്തിയ ഇവിടെയാണ് എൻ്റെ കോമസ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ആർക്ക് ഞാൻ വരയ്ക്കുന്നു. നെക്സ്റ്റ് എന്താ, ഇതിൻ്റെ തൊട്ട് താഴത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ആർക്കും വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയിൽ നിന്ന് ഒരു ലൈൻ നമ്മൾ വരച്ച ആർക്കിൻ്റെ ആ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നു. സെയിം തന്നെ ബിയിൽ നിന്നും ഞാൻ അതേപോലെ ഒന്ന് എടുത്തിട്ട് മീറ്റ് ചെയ്യുന്ന പോലെ ബിയിൽ നിന്നും ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഇൻസർക്കിൾ നമുക്ക് വരയ്ക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിളാണ്. നമ്മുടെ കോമസ് ഇപ്പം വരച്ച ലൈൻ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വെക്കുക. ഇതായിരിക്കും നമ്മുടെ സർക്കിളിന്റെ സെന്റർ പാർട്ട്. ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലോട്ടുള്ള ഈ ഒരു ലെങ്ത് എടുത്താൽ മതി. ഈ ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ചുറ്റിനും ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഒരു ഇൻസർക്കിൾ വരച്ചു. കാരണം എന്ത് കണ്ടോ, ഈ ഒരു പോയിന്റിലാണ് സർക്കിളിവിടെ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ താഴെ നോക്കുവാണെങ്കിൽ ട്രയാങ്കിളിന്റെ ഈ ഒരു തേർഡ് സൈഡിലാണ് ഇവിടെ മീറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ അടുത്തൊരു സൈഡിലാണ് ഈ ഒരു സൈഡും മീറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈസ് മീ ട്വിറ്റർ